welcome to my YouTube channel. So ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗ് ആയിട്ടാണ്. ലൈക്ക് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൂർഗിലാണ്. ആക്ച്വലി എനിക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവിടുന്ന്, കാരണം നമ്മൾ ഇറങ്ങുമ്പം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ട്രാവൽ വ്ലോഗ് ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നോർമലി ഒരു ട്രാവൽ വ്ലോഗ് എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുമ്പോഴും പറ്റാറില്ല, ബട്ട് ഇത് അങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നും നാളെയും കൂർഗിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ബാംഗ്ലൂരിലോട്ട് പോകും. സോ കംപ്ലീറ്റ് വ്ലോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വെൽക്കം ടു ഡേ 1 ഓഫ് മൈ ട്രാവൽ വ്ലോഗ്. ആക്ച്വലി ഇന്നത്തെ വെതർ ഭയങ്കര മോശമായിരുന്നു. ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം 2 days ആയിട്ട് കണ്ടിന്യൂസ് മഴയാണ്. പിന്നെയെന്ന് പറയുമ്പം പെട്ടെന്നുണ്ടായൊരു പ്ലാൻ ആയതുകൊണ്ട് അധികം നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. സോ യെസ്, നമ്മൾ ഇറങ്ങുവാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം. നമ്മൾ ആക്ച്വലി 9 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചാലും അങ്ങനെ ആവത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് ഇന്ന് ഫുൾ നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കാൻ വൈകുന്നേരം ചായ കുടിക്കാം, കാർ ഓട്ടുക. നമ്മൾ ഇന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ എവിടൊക്കെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. കാലാവസ്ഥന്റെ ഒരു രീതിയിൽ നമ്മൾ എവിടൊക്കെ എത്തും എന്നുള്ളത് അപ്പ പറയാൻ പറ്റുള്ളൂ. അങ്ങനല്ല, നമ്മൾ ഏത് വഴി എങ്ങനെയൊക്കെ എവിടേക്കാണ് എത്താൻ പോകുന്നത്. ഇന്ന് കോഴിക്കോട് നിന്ന് വണ്ടി എടുത്ത് കണ്ണൂര് വഴി സ്പീഡ് 2x സ്പീഡിൽ പറയുന്നു. ഇട്ടി വഴി കൂർഗ്. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കൂർഗിലേക്കാണ് പോകുന്നത്. സോ യെസ്, ഇന്ന് നമ്മൾ കൂർഗിലെത്തും. ഇന്നും നാളെയും ഇവിടെ സ്റ്റേ ആയിരിക്കും. ഐ ഹാവ് ടു ഡു എ പ്രോപ്പർ വ്ലോഗ് ടുഡേ. ഇന്നത്തെ ട്രാവൽ ഫുൾ, ഇന്നത്തെ നമ്മൾ എത്ര ദിവസമാണ്? 4 days അല്ലേ? 4 days ഫുൾ നമ്മൾ വ്ലോഗ് ഇടുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരും ലൈറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ഒരു മണി ടൈം ആയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്, ലഞ്ച് കഴിക്കാൻ പോവുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. പുട്ടും മട്ടനും. നമ്മളിപ്പോൾ മാഹിയിലാണുള്ളത് അല്ലേ? അതെ, മാഹിയിലുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നത്. എമറി പിന്നെ ഓൾ സെറ്റായിരുന്നു. ആൻഡ് യെസ്, വി ഹാവ് ഓർഡേർഡ് ബിരിയാണി. ഞാൻ ആക്ച്വലി കോഴിക്കോട് കഴിഞ്ഞാൽ നല്ല ഫുഡൊന്നും കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്. ബട്ട് ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച ബിരിയാണി വാസ് നൈസ്. എമറിൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ആൻഡ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ ചെറുപ്പത്തെപ്പോഴോ ആണ് കൂർഗിൽ പോയിട്ടുള്ളത്. സോ ഐ ഡോണ്ട് ഹാവ് ലോട്ട്സ് ഓഫ് മെമ്മറീസ് അബൌട്ട് ഇറ്റ്. ബട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാം വെതറാണ്. പിന്നെ നല്ല തണുപ്പാന്ന് കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ തോന്നുന്നു എന്ന് പറയാൻ കാരണം എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് ഐ ലവ് ട്രാവലിംഗ്. നല്ല നല്ല സ്ഥലത്തേക്ക് പോവുക, ഒരുപാട് റോഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അവരുടെ കൾച്ചേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ നൈസ് അല്ലേ? The road is very bad. Very bad road. നമ്മൾ ആക്ച്വലി കണ്ണൂർ ഇരുട്ടി കഴിഞ്ഞ് ചുരം കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര മോശമായിരുന്നു റോഡ്, ബട്ട് ദ സീനറി വാസ് വെരി നൈസ്. ഒരുപാട് ഗട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് മാത്രമേ നല്ല റോഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴിയും തെറ്റിപ്പോയി. എമറി ആക്ച്വലി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഈ ഒരു ട്രാവലിൽ ആക്ച്വലി അവൾ കോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ബട്ട് ദി ഡേ 1 വാസ് സക്സസ്ഫുൾ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഫുഡ് മുഖ്യമാണല്ലോ ഗൈസ്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അല്ലേ? നമ്മൾ കൂർഗെത്തി. കൂർഗില്
എമറിക്ക് ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓള് കഴിക്കുന്ന വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഓർഡർ ചെയ്തത്, ബട്ട് അവൾ കഴിച്ചിട്ടേ ഇല്ല. നമ്മൾ ഓരോ കോഫിയും അതുപോലെ തന്നെ ആഷിക്കും ശ്രീകുട്ടനും ഇച്ചിരി കടികളൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ കുറച്ചു നേരം ചായയൊക്കെ കുടിച്ചിരുന്നു. ആക്ച്വലി നമ്മുടെ നാട് തൊട്ട് നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഐ ലവ് ദിസ് ക്ലൈമറ്റ് വെരി മച്ച്. ബട്ട് നമ്മുടെ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം നല്ല ഹെവി റെയിൻ ആയിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സേഫ്ലി നമ്മൾ എത്തി, അൽഹംദുലില്ലാ. നമ്മൾ ആക്ച്വലി 5 മണിക്ക് കൂർഗിൽ എത്തേണ്ടായിരുന്നു, ബട്ട് നമ്മൾ വഴിയൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോയിട്ട് നമ്മളൊരു 7 o'clock ആയിട്ടുണ്ട് നമ്മൾ ആക്ച്വലി കൂർഗിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഫുള്ള് മഴയായിരുന്നു. റോഡൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു സ്ഥലത്ത് നമ്മുടെ ഇവിടെ മൊത്തം വെള്ളം പൊന്തിയിട്ടുണ്ട്. ഈ വെള്ളം ആക്ച്വലി റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ലൈക്ക് നമുക്ക് പുഴയാണോ അല്ലെങ്കിൽ റോഡാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. അങ്ങനെ ഫൈനലി വി ഹാവ് റീച്ച് ടു കൂർഗ്. ഇവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത് എമറിൻ്റെ ക്യാപ്പ് നമുക്ക് ചെവിയിലോട്ട് എത്തത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു മങ്കി ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഇത്രയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ റൂം ടൂറും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഡേ 1 ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് നാളെ കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.